പ്രേമ, ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നറിയാം എല്ലാവർക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ ബിസിനസ്സായ WLF ഈ കമ്പനിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം $500 മില്യൺ വളർച്ച ഉണ്ടായതായിട്ടുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിലും അദ്ദേഹത്തിന് ഈ പറയുന്ന ബിസിനസ് ഉണ്ട് എന്ന് പറയുന്നു. പാകിസ്ഥാൻ്റെ പേരൂടെ പറഞ്ഞു കേട്ടപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ഇത്രയും വളർച്ച ഉണ്ടായെന്നൊക്കെ പറയുന്നത്? വളർച്ചയല്ല, വരുമാനത്തിലെ വർധനവ്. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്നുള്ളതാണ് ഈ WLFൻ്റെ ഫുൾ ഫോം. അത് നമ്മുടെ മറ്റേ 6-ാം തമ്പുരാൻ സിനിമയിൽ പറയുന്നത് പോലെ ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറയുന്ന പോലുള്ളൊരു സെറ്റപ്പാണ്. ട്രംപിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരും അടങ്ങുന്ന ഒരു കമ്പനിയാണ് ഈ WLF. അതിൻ്റെ ചീഫ് ക്രിപ്റ്റോ അഡ്വക്കേറ്റ് എന്ന പദവിയിലിരിക്കുന്ന സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്, പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ. അപ്പം അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ഒന്ന് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, മറ്റൊന്ന് എറിക് ട്രംപ്, ഇവർ രണ്ടുപേരും, പിന്നെ ട്രംപിൻ്റെ തന്നെ ഉപദേശകനായ സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹത്തിൻ്റെ മകൻ സാക് വിറ്റ്കോഫ്, ഇവരൊക്കെയാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥർ. ഇവരൊക്കെ ചേർന്ന് രൂപീകരിച്ചതാണ്. അപ്പോൾ ഇവർ ഡീൽ ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിക്ക് തുല്യമായ മറ്റൊരു സംഗതി. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് സ്റ്റേബിൾ കോയിൻ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത പെഗ് ചെയ്യുക എന്ന് പറയും. അതായത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഡിജിറ്റൽ കറൻസിയാണ്. അതിന് ചില സമയങ്ങളിൽ മൂല്യത്തിൽ വർധനവുണ്ടാകും, ചില സമയത്ത് അതിൽ കുറവുണ്ടാകും. ഏതായാലും ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അന്താരാഷ്ട്ര ഇടപാടുകളിൽ സാധാരണ കൈകാര്യം ചെയ്യുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസികൾ, ചിലപ്പോൾ മുഖ്യമായിട്ടും അമേരിക്കൻ കറൻസിയായ ഡോളർ തന്നെയായിരിക്കും. പക്ഷെ ക്രിപ്റ്റോ കറൻസിയുടെ വരവോടുകൂടി അന്താരാഷ്ട്ര ഇടപാടുകൾ ഒരു പരിധി വരെ ഇപ്പോൾ ഡിജിറ്റലി ആയി. അങ്ങനെ ഒരു കറൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് നോക്കിയാൽ കാണില്ല, ഡിജിറ്റലി ഉണ്ട്. അതാണ് ക്രിപ്റ്റോ കറൻസി. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസിക്ക് ചിലപ്പോൾ മൂല്യം കൂടും, ചിലപ്പോൾ കുറയും, കയറിയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ ലാഭവും അതേപോലെ നഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ളത് ഒരു സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നൊരു സംഗതിയാണ്. സാധാരണഗതിയിൽ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതിനൊക്കെ മാർക്കറ്റിലെ സാധ്യതകൾ അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവുമെങ്കിൽ ഇതിൽ പെഗ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഇത് പ്രകാരം ഇവരുടെ ഈ സ്റ്റേബിൾ കോയിൻ, അതിൻ്റെ പേര് USD1 എന്നാണ് ഇവരുടെ ഈ കമ്പനിയുടെ കോയിൻ്റെ പേര്. അപ്പോൾ ആ കോയിൻ ഇപ്പോൾ ഒരു യൂണിറ്റിന് തുല്യമായ ഡോളർ അവരുടെ തുല്യമായ ബാങ്കിൽ വെക്കണം. ഇപ്പോൾ $100 USD1 എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ വാങ്ങുകയാണെങ്കിൽ അതിന് തുല്യമായ പൈസ ഈ കമ്പനി ബാങ്കിൽ സൂക്ഷിക്കണം. മനസ്സിലായി? അപ്പൊ ഈ ബാങ്കിൽ സൂക്ഷിക്കുന്ന ഡോളറിന്റെ പലിശയാണ് ഈ കമ്പനിയുടെ വരുമാനം. മനസ്സിലായി? അപ്പൊ ഇത് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തത്തിൽ $500 മില്യൺ, അതായത് 50 കോടി അമേരിക്കൻ ഡോളറിന്റെ ഈ പറയുന്ന സ്റ്റേബിൾ കോയിൻ ഈ കമ്പനി വിറ്റു എന്നുള്ളതാണ് വിവരം. അപ്പൊ അത് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ ഈ തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇവര് പാകിസ്ഥാനിൽ ചെന്നിട്ട് വലിയ ചർച്ചകളൊക്കെ നടത്തിയത്. പാകിസ്ഥാൻ സർക്കാരുമായിട്ട് വലിയ ധാരണ എത്തിയിരുന്നു. അതെ, പാകിസ്ഥാൻ സർക്കാരുമായിട്ടൊരു ധാരണ എത്തിയിട്ട് പാകിസ്ഥാന്റെ അന്തർദേശീയ ഇടപാടുകളുണ്ടല്ലോ, പല രാജ്യങ്ങളുമായിട്ടൊക്കെ ഇടപാട് നടത്തുന്നത് ഈ പറയുന്ന സ്റ്റേബിൾ കോയിൻ വഴി, USD1 എന്ന് പറയുന്ന ഈ സ്റ്റേബിൾ കോയിൻ വഴി നടത്താമെന്നുള്ളതായിരുന്നു ധാരണ. പക്ഷെ പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ധാരണ ഉണ്ടാക്കി, പക്ഷേ അത്തരത്തിലൊരു ഇടപാട് നടത്തിയതായിട്ട് തെളിവില്ല. അങ്ങനെ ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവരുടെ കമ്പനി പറയുന്നത് പ്രകാരം $500 മില്യൺ, 50 കോടി അമേരിക്കൻ ഡോളറിന്റെ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്നടക്കം ഇതിന്റെ പ്രകാരമുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് വിവരങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം. പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ പൊതുവിൽ ധരിച്ചു വെച്ചേക്കുന്നത് വളരെ ദരിദ്രമായ, ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുള്ള ഒരു രാജ്യം എന്നാണ്. പക്ഷെ അവര് ഈ പറയുന്ന ഡിജിറ്റൽ കറൻസി ഇടപാടിൽ ലോകത്ത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒന്നാമത്തേത് ഉറപ്പായിട്ടും അമേരിക്കയാണ്, രണ്ടാമത് നിൽക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യ സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ്. അപ്പൊ എന്നിട്ടും പാകിസ്ഥാനിൽ ഇതിന്റെ ഇടപാടുകൾ കൂടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കറൻസിയുടെ മൂല്യം വളരെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ അത്യാവശ്യം കയ്യിൽ കാശുള്ളവൻ ഒരിക്കലും അവരുടെ സമ്പാദ്യം അവരുടെ കറൻസിയിൽ സൂക്ഷിക്കാൻ താല്പര്യപ്പെടില്ല. കാര്യം പാകിസ്ഥാന്റെ 100 രൂപ പാകിസ്ഥാൻ കറൻസി കയ്യിരിക്കുന്നയാൾക്ക് നാളെ അത്രയും മൂല്യം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഉള്ള സമ്പാദ്യം ഇത്തരം രൂപങ്ങളിലേക്ക് മാറ്റുന്നു.
പിന്നെ ഈ ഇത്തരം കറൻസികളിൽ ഇടപാട് നടത്തുന്നതുകൊണ്ടുള്ള ഗുണം, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യവുമായിട്ട് നമ്മൾ ഇടപാട് നടത്തുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലും രണ്ട് ബാങ്കുകൾ തമ്മിലായിരിക്കും മിക്കവാറും കൈമാറ്റങ്ങൾ നടക്കുക. അപ്പോൾ ഈ ഡിജിറ്റൽ കറൻസി വരുമ്പോൾ സമയം ഒരുപാട് ലാഭം. ആദ്യത്തെ മെത്തേഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം എടുത്തെന്നിരിക്കും ഈ അക്കൗണ്ട് അവിടെ എമൗണ്ട് അവിടെ റിഫ്ലക്റ്റ് ആകാൻ വേണ്ടി. പിന്നെ ഒരു ബാങ്ക് ഇടപാടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് അവരുടെ ചാർജസും കൊടുക്കേണ്ടി വരും. അതിപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടപാട് നടത്തുക എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടായിരിക്കും. അതിന് സമയവും നഷ്ടം ഉണ്ടാകും. ആ കോടിക്കണക്കിന് രൂപയുടെ ഒരു 0.5% അവരുടെ ചാർജായിട്ട് ഈടാക്കിയാൽ പോലും അത് വലിയൊരു തുകയായിരിക്കും. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ ഈ ഡിജിറ്റൽ കറൻസി ഇടപാടിൽ ഇല്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ബാങ്കിങ് നെറ്റ്വർക്ക് വഴിയുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത് കൃത്യമായ ഔദ്യോഗിക ചാനൽ വഴിയായിരിക്കും നടക്കുക. എല്ലാ രാജ്യങ്ങളുടെയും നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും നടക്കുക. പക്ഷെ ഒരു ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് എന്തിനും പറ്റും. അതിപ്പോ ഗൂഗിൾ പേ വഴി ആയാലും മതി. അല്ല, അത് വേറെ ഗൂഗിൾ പേ ആണ് ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു. അല്ല, ഗൂഗിൾ പേയും ഒരു ബാങ്കിങ് നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അല്ലാതെ ഇത് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ കൈവശമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയിലുള്ള. അതെ, ഇപ്പൊ എന്റെ കയ്യിലുള്ള USD1 എന്ന് പറയുന്ന ഞാൻ ഈ പറയുന്ന സ്റ്റേബിൾ കോയിൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്താൽ മതി. എന്നിട്ട് അവര് ഈ പറയുന്ന സംഗതി ബാങ്കിൽ സമർപ്പിച്ചാൽ അതിന് പകരമായ പണം ബാങ്കിൽ കരുതി വെച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ആ പൈസ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ഇതാണ് അതിന്റെ രീതി. അപ്പൊ ഇവിടെ ഈ ഡിജിറ്റൽ കറൻസി ഇടപാടിൽ ഈ ഔദ്യോഗിക തലങ്ങളിൽ ബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലായിരിക്കും. അപ്പൊ ഇത് എന്ത് ആവശ്യത്തിനും പ്രയോജനപ്പെടുത്താം. നിയമപരമായിട്ടുള്ളതും അല്ലാത്തതും, കള്ളക്കടത്തിന് പോലും അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പോലും ഈ പരിപാടി ഇപ്പൊ ഈ ഡിജിറ്റൽ കറൻസിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പറയുന്ന പിന്നാമ്പുറ ഇടപാടുകൾക്കാണ്. കള്ളക്കടത്ത് അതേപോലുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ 20,000 കൂടുതൽ നമുക്ക് കയ്യിൽ വെക്കാൻ പോലും പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ പോലും ഈ രീതിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിന് അതാത് രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒരു പരിധിവരെ പാകിസ്ഥാനുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും. ഏതായാലും ആ രാജ്യം ഇതിന് കൈ കൊടുത്തിട്ടുണ്ട്. ഇനി പാകിസ്ഥാനെ അമേരിക്ക പ്രത്യേകം സവിശേഷമായി പരിഗണിക്കുന്നുണ്ട് കുറച്ചു കാലമായിട്ട്. ഇന്ത്യയെ പോലും പിണക്കിയിട്ട് പാകിസ്ഥാനുമായിട്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം ട്രംപിന്റെ ചില ബിസിനസ് താല്പര്യങ്ങളാണെന്ന് അന്നേ വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഇത് ഒരു സാമ്പിളാണ്. ഈ പറയുന്ന WLF എന്ന് പറയുന്നത് ഒരു സാമ്പിൾ. അതുകൂടാതെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ അമൂല്യമായ ധാതുസമ്പത്തുക്കൾ ഒരുപാടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ചൈന പ്രത്യേക താല്പര്യമെടുത്ത് അവിടെ നിക്ഷേപം ഇറക്കി അവിടെ ഖനന പ്രവർത്തനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചൈനയുടെ താല്പര്യങ്ങൾ പോലും കളഞ്ഞിട്ട് അമേരിക്കയെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അസീം മുനീറും അതേപോലുള്ള ടീമൊക്കെ ചെന്നിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം ട്രംപ് എന്തുകൊണ്ട് പാകിസ്ഥാനെ പരിഗണിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ അസീം മുനീറെ പോലെയുള്ള ഉപരിവിഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പോ ഷഹബാസ് ഷെരീഫ് അവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവരായിട്ട് ട്രംപ് ഒരു പാരലായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഡീൽ ഉണ്ടാക്കിയിട്ട് അത് അവിടുത്തെ എന്താ പറയുക രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപാടാക്കി വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോ ട്രംപിന്റെ സ്വന്തം കുടുംബ ബിസിനസ്സുകൾ അവിടെ ഈ ബലൂചിസ്ഥാനിൽ ഖനന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പോകുന്നതും ട്രംപിന്റെ മകന്റെ കമ്പനിയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞ പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രിയപ്പെട്ടതാകാനായിട്ടുള്ള കാരണം ട്രംപിന്റെയും കുടുംബത്തിന്റെയും ചില ബിസിനസ് താല്പര്യങ്ങൾ കൂടിയുണ്ട്. ഇത് അതിലൊരു സാമ്പിൾ മാത്രമാണ്.